ഗൈസ് സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഡേ 9 ഓഫ് 30 days ഡെയിലി വ്ളോഗ് ചലഞ്ചാണ്. ഇത് നമ്മുടെ ഈസ്റ്റർ വ്ളോഗിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ നമ്മൾ കുഞ്ഞമ്മേൻ്റെ വീട്ടിലായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 പേരുടെ കുറവുണ്ട്, അവൻ്റെ അവൻ്റെയും. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അമ്മമ്മയാണെങ്കിൽ പിള്ളേർക്ക് ബോയും വളയും അതും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്കണം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ കുടുംബത്തിലെ ഫസ്റ്റ് പെങ്കൊച്ച് ഞാനാണ്, പക്ഷേ എനിക്കാരും ഒന്നും വാങ്ങിച്ചു തന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് അവർക്ക് വാങ്ങിച്ചു കൊടുത്ത ബോയും വളയൊന്നും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. ബോയെല്ലാം ഞാൻ കുറച്ച് നേരം വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബോയെല്ലാം വെച്ച് കുറച്ച് നേരം ഷോ കാണിച്ചിട്ട് ഞാൻ പിള്ളേർക്കെല്ലാം കുറച്ച് മുട്ടായെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ടായി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയ കുട്ടിക്ക് മുട്ടായി വേണമെന്ന്, അതുകൊണ്ട് ഞാൻ ആ വലിയ കുട്ടിക്ക് ഒരു മഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അപ്പൂപ്പനാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ കുട്ടി ഇപ്പം നമ്മുടെ അപ്പൂപ്പനാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചുമ്മാ വോളിലൊക്കെ നോക്കിയപ്പോൾ കാണാൻ സാലുമാവിൻ്റെ സോജിച്ചിയുടെയും സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നത്. അപ്പോഴത്തേനും അവിടെ അതുകൊണ്ട് ഞാൻ ഇവർക്ക് സേവ് ദ ഡേറ്റിൻ്റെ അന്ന് എനിക്ക് ക്ലാസ്സിലും പോകണമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഡെഡിക്കേഷൻ നിങ്ങൾ ഓർക്കണം. ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് ഞാൻ അവരുടെ കൂടെ സേവ് ദ ഡേറ്റിന് പോയി. പിന്നെ എൻ്റെ ആൻറ്റി ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്, അതുകൊണ്ട് ഫ്രീ ആയിട്ട് എനിക്കൊരു ത്രെഡിങ്ങും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 60 rupees ഞാൻ അങ്ങനെ സേവ് ചെയ്ത്. ആൻഡ് ഫൈനലി കാത്തിരുന്ന് നമുക്ക് ഈസ്റ്ററിൻ്റെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. ചിക്കനും പോർക്കും ബീഫും മട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ചിക്കൻ്റെ ആളായതുകൊണ്ട് ചിക്കൻ മാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഫുഡ് എല്ലാം കഴിച്ചു. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇനിയും ഉണ്ട്, ഇതിൻ്റെ അകത്ത് നിൽക്കൂല. അതുകൊണ്ട് ബാക്കി വീഡിയോ ഇതിൻ്റെ ബാക്കി വ്ളോഗ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ, പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.